തണൽ വരെ പണിയാണ്. ഇതെൻ്റെ ഒരു ഹോൾസെയിൽ വളർത്തുന്ന സാധനമാണ്. നമ്മൾ പകുതി വീഡിയോ എടുത്തപ്പം എടുത്തിട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വെച്ചൊന്ന് വീഡിയോ കട്ടായതാണ്. എല്ലാവരും സോറി, ക്ഷമിക്കണം. നമുക്ക് അത്ര ഇവിടുന്ന് മുകളിലുണ്ട്. അത് ചെറുതാണ്. അതിൻ്റെ വലിയ ഞങ്ങൾ അവളുടെ മുകളിൽ ട്രാപ്ഡോറൊക്കെ വെച്ചിട്ട് ഇത് ക്രാഫ്റ്റിംഗ് ആൻഡ് ബിൽഡിംഗ് ആണ്. ഇത് മൈൻക്രാഫ്റ്റ് അല്ല, അതുകൊണ്ടാണ് ഗ്രാഫിക്സ് ഇല്ലാത്തത്. സൈൻ ചെയ്തിട്ടില്ല നമ്മൾ, അതുകൊണ്ടാണ് ഗൈസ്. ഞങ്ങളോട് ക്ഷമിച്ചേക്കും. നിങ്ങളുടെ കയ്യിലുണ്ട്, സൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. സൈൻ ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചതാണ്, ഫെയിലായി പോയത്. അത് ഞങ്ങൾ ഡിലീറ്റ് ചെയ്തു. ഞാൻ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്തു. സൈൻ ചെയ്യാൻ ഡിലീറ്റ് ആവാൻ വഴിയില്ല. സൈനിങ് അല്ല, ആപ്പ് ഫുള്ള് ഡിലീറ്റ് ചെയ്തു. മോടെ മൂഡ് എല്ലാം പോകുന്നുണ്ടല്ലോ. അതല്ലേ എടുക്കട്ടെ. വേറൊരു അതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞു. ഇതെൻ്റെ എനിക്ക് ന്യൂ എംബ്ലം വന്നു ഗൈസ്. ഞാനത് വെച്ച് ഇത് നല്ല പേര് വേണം. ഗെയിമർ ബേർഡ് എന്നൊക്കെ കേൾക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ മാസ്കും ഗെയിമർ ബേർഡ് അങ്ങനെ ഒരാളുണ്ട്. ഒരു പെണ്ണ്. അത് അവർ സ്വന്തം മോൻ്റെ വെളിയിൽ കാണിക്കാൻ ആഗ്രഹിക്കത്തില്ല. ഭയങ്കര പ്രോപ്പറാണ്. GTA ഒക്കെ ഭയങ്കര ഇതൊക്കെ കളിക്കും. അവർ ഇന്ത്യൻ ബൈക്ക് റൈഡ് അതിനകത്ത് ഒറിജിനലി ഒരാൾ കളിക്കും. ഒരാളുടെ ജീവിതം പോലെ അവരതിനകത്ത് ചെയ്യുന്നു. ശരിയായിട്ട് സെറ്റ് നമ്മളെ പൊളിച്ച്. ഇത് മുടിയില്ലല്ലേ? ഇല്ല, ഞാൻ അപ്പോഴല്ലേ ഞാൻ വെളിയിറങ്ങിയത്. ശരിയാ, തീർക്കാറായി ഗൈസ് പണി. ഇനി എൻ്റെ വീടൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിനകത്ത് സാധനങ്ങളൊക്കെ സ്പോൺ ആവാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ലൈറ്റ് ഇടുന്നുണ്ട്. സർവൈവൽ കുറവുള്ള സ്പോൺ നമ്മൾ ഇതിലേക്ക് വെച്ച് ക്രിയേറ്റീവിൽ ഇങ്ങനെ സ്പോൺ ആവും. എന്നാൽ ഞാൻ ഉണ്ടാക്കിയ എല്ലാം അവരും കാണിച്ചു തരണം. ഇത് ശരിയായി. ഇനി നമ്മൾ ലൈറ്റ് വെക്കാൻ പോകുന്ന ടോർച്ച് എടുത്തത് കോഡായിരിക്കും അവിടെ വെച്ച്. നൈസ്. അത് വെച്ച് ഡോറ് വെച്ചോ അവിടെ? ഡോറ് വെച്ചോ അവിടെ? അത് വെച്ച് വെക്കാൻ പോകാം. നമുക്ക് സാധനം കൊണ്ടിട്ട് കുറേ ലൈറ്റ് ഉണ്ടായിരുന്നല്ലോ, ഒരു പ്രത്യേക തരത്തിലുള്ള ലൈറ്റ് പുതിയ ലൈറ്റ്. ശരിയാ, വേണ്ട ലിവർ എന്ത് റോഡ് ക്യാൻറ്റീൻ ഉണ്ടല്ലോ ഇതിനകത്ത്. തിരി കത്തിച്ചിട്ടുണ്ട്. ഉണ്ട് ക്യാൻറ്റീൻ. അടിച്ചു കൊടുക്കും. വേണ്ട, ക്യാൻറ്റീനും എടുക്കാം, ഈ ലാമ്പ് എടുക്കാം. നമ്മൾ ഇത്രയും ലാമ്പാണ് ഇവിടെ ഇടാൻ പോകുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ടോർച്ച് ഇടാൻ പോകുന്നത്. എനിക്ക് വിളിച്ചു വന്ന ടോർച്ച് ഇത് നമുക്കിടാൻ മേളിലാണ്. ഭയങ്കര ചെറുതായിട്ടാണ് നമ്മൾ ചെറിയ കുഞ്ചല മുഖത്ത് നല്ല രസമാണ്. മൂന്നെണ്ണം ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് വീട്ടിലോട്ടല്ലേ ക്യാൻഡിൽ വെക്കാൻ പോകണം. ഞങ്ങൾ നേരെ പോയിട്ട് അവിടെ വന്നു ക്യാൻഡിൽ ഇടാം. ഇവിടെയും കൂടെ പോകുന്ന വഴിക്കൊക്കെ വല്ലോടത്തൊക്കെ തുള്ളി പിടിച്ചിട്ട് പോകാം. ഇവിടെ ഒരു ടോർച്ച് എന്നിട്ട് നമ്മൾ ക്യാൻഡിൽ വെക്കാൻ പോകണം. ഇവിടെ നമ്മൾ സാധനം എടുത്തില്ല, ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ ഇല്ലാതെ കത്തിക്കാൻ പറ്റത്തില്ല. അത് ഒരു ലൈറ്റർ. അതിൽ അതിൻ്റെ സാധനം എടുത്താൽ പോരെ? ലൈറ്റർ വേണ്ടത്. വീഡിയോക്കെ എന്തോ തപ്പണം. നമുക്ക് മറ്റേ ലാവ എടുത്താൽ പോരെ? കത്തില്ല. ലാവ അത് ഫുള്ള് കത്തിച്ചാൽ സ്റ്റീൽ. അതാണ്ട് ഇത് വരും. ഈ ലൈറ്റിനാണ് ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ. നമുക്കിനി വേറൊരു പണിയുണ്ട്. ഇവിടെ 2 ടോർച്ച് ഇടണം. ക്യാൻഡിൽ വയ്ക്കണം. 2 ചെറിയ 2 സാധനം ഇടണം. 3 ഇടുവാണ്. എന്നിട്ട് പറക്കണം. ക്യാൻഡിൽ പ്രാർത്ഥിക പടം വയ്ക്കുന്ന ഇത് നമ്മൾ ഈ ടോർച്ച് വെച്ച് നമുക്ക് താഴോട്ട് മാറ്റാം ഗൈസ്. അപ്പം നമുക്ക് ഇവിടെ 2 ഇടാം, 3 വെക്കാം. എന്നിട്ട് ക്യാൻഡിൽ എടുക്കണം. 1 2 വീണില്ലല്ലോ, ഇതിനകത്ത് വീഴത്തിലുണ്ടായിരുന്നു. വേറെ ഏതെങ്കിലും എടുത്താൽ മതി. വേറെ ഇത് കുഴപ്പമില്ല. ഇങ്ങനെ സാധനം തടിയൊന്നും ഒത്തുന്നുകൊണ്ടായിരിക്കും മതിയാവും. നമ്മൾ 3 ഇട്ട് നോക്കുന്നുണ്ട്. ക്യാൻഡിൽ ഇരിക്കുന്നുണ്ട്. നമ്മൾ 3 ക്യാൻഡിൽ വെച്ചു. എന്നിട്ട് ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ എടുത്തു, കത്തിച്ചു. പഠിച്ചു ഷോന്ന് വെച്ചാൽ പഠിച്ചു വേണം. മതി ടോർച്ച് വെച്ചിട്ട് കണ്ടിച്ച് ഇവിടെ ലൈറ്റ് വേണമെങ്കിൽ ടോർച്ചിനെ വരും. ഇനി അങ്ങോട്ട് പോകും. നമുക്ക് വേറെ ഡോറ് വെച്ചു ഈ ചങ്ങലിടാം. ചങ്ങലിട്ടിട്ട് പോകാം. ഇരുന്നാലും ചങ്ങൽ ഇരുന്നേത് വീയത്തിൽ പറഞ്ഞാൽ ചങ്ങൽ ഇരുന്ന വീയത്തിൽ ഞങ്ങൾ 2-3 ഇട്ടിട്ട് പോകാം.
എന്തിരിക്കും മതി മതി ഇനി നമുക്ക് ഡോറാണ് ബാക്കിലോട്ട് ഇറങ്ങി ഡോർ എടുത്തു 3 ഡോർ വയ്ക്കണം. ഇതിനെ പിടിക്കത്തില്ല അയ്യോ സോറി ഇവിടെ ചെയ്യേണ്ടത് അയ്യോ സോറി ഇതല്ല ഇത് ചെയ്യുക ഡോർ എടുക്കുക 1 2 രണ്ടെണ്ണം ഇനി അത്രയും ഹൈറ്റിൽ കുന്തിരിക്ക ഇരിക്കുന്നതുകൊണ്ടാണ് വീഴാത്തത്. നമ്മൾ കുന്തിരിക്കാൻ തല്ലിപ്പിടിച്ച് കളഞ്ഞു. എന്നിട്ട് ഡോർ വീഴുന്നില്ല സ്വന്തം നമുക്ക് വീഴാത്തോണ്ടായിരിക്കും. നമ്മൾ ആ ബ്ലോക്ക് എടുക്കാൻ പോകുന്നത്. ആ ബ്ലോക്ക് ഇത് ചെയ്തു അത് ഇത് തന്നെ ബ്ലോക്ക് നമ്മൾ അതിട്ട് വെറുതെ അല്ല ഡോർ രണ്ടും പൊട്ടിക്കും. എന്നിട്ട് ഇവിടെ അതിടും 1 2 ഭയങ്കര പരസ്യമാണ് സഹിക്കാൻ വയ്യ പരസ്യം. പിന്നെ സ്ക്രീൻ റെക്കോർഡറിന് നെറ്റ് എന്താണ് ഡോർ ഇരിക്കാത്ത? ഡോറിന് ഞാൻ എന്തെങ്കിലും വിളിച്ച് കളയും കേട്ടല്ലോ. ഞാൻ വയ്ക്കാം. ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു സ്റ്റെപ്പ് പോലിട്ടാൽ കുഴപ്പമുണ്ടോ? അപ്പോൾ ആ രീതിയിൽ തന്നെ എടുക്കണം. ഡോർ വേണ്ടേ? അല്ല ഡോർ നമ്മുടെ ഉണ്ടല്ലോ. വലിയ ബ്ലോക്ക് എടുക്കും. വലിയ ബ്ലോക്ക് ചെറിയ ബ്ലോക്ക് വീഴത്തില്ല. ഡോർ പറഞ്ഞാൽ ബ്ലോക്ക് ചെറിയ ബ്ലോക്ക് ഡോർ വീഴത്തില്ല. വലിയ ബ്ലോക്ക് എടുക്കും. വലിയ ബ്ലോക്ക് നന്നായിട്ട് എടുക്കാം. വലിയ ബ്ലോക്ക് അവിടെ ഇരിക്കുമോ? അതാ എൻ്റെ വീട്. അത് നമുക്ക് കുറച്ചും കൂടെ വലിപ്പം കൂടും. അതൊരു പ്രശ്നമില്ല. അതൊക്കെ രസം. മറ്റേ ചെറുതിൻ്റെ തന്നെ വലുതെടുക്കുക രസം. ഇതാണ് നല്ലത്. കാരണം വെച്ചാൽ ഇതിനകത്ത് ഇരിക്കത്തുള്ളൂ. മറ്റേ ആ ബ്ലോക്കിൽ ഒന്നും ഇരിക്കത്തില്ല. മനസ്സിലായില്ലേ? എന്താ നമ്മൾ ഇത് എടുത്തിടുന്നത്? കഥ പൊക്കി വയ്ക്കുന്നു. കുഴപ്പമില്ലല്ലോ. ഇല്ല സെറ്റ് നമ്മളെ അങ്ങനത്തെ നന്നായിരിക്കും വന്ന് കാണിക്കാം. തുറക്കടിയാക്കരുത്. അണക്കിടിക്കാത്തത് അത് ശരിയാവില്ല. അയ്യോ ഡോറൊക്കെ പോയി. ആ ബ്ലോക്കിലൊന്നും ഇരിക്കത്തില്ല. നീ മനസ്സിലാക്കുക. ആ ബ്ലോക്കിലൊന്നും ഇരിക്കത്തില്ല. ആ ബ്ലോക്ക് കുളത്തില്ല. അയ്യോ ഡോർ ഇങ്ങനെ ഇരുത്തുള്ളൂ. 2 ഡോർ ഇങ്ങനെ, ഒരു ഡോർ മൂന്നാമത്തെ ഡോർ അങ്ങനെയാണ്. അല്ലെങ്കിൽ അവിടെ ബ്ലോക്ക് കിട്ടും കൂടാ. അതാണ് ഇത് പിന്നെ ഒരു ഡോർ പൊട്ടിക്കളേണ്ട ആവശ്യമില്ല. അത് സെറ്റാവല്ലോ. ഡോർ ഇത് വെളിയിലോട്ട് പോകുന്ന അവിടെ ഒരു വഴി സെറ്റ്. ഗൈസിൻ്റെ വീടൊക്കെ കാണിച്ചാൽ കുറച്ചൊരു ഷോർട്ട് ബ്രേക്ക് എടുത്തിട്ട് ഗൈസിന് ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്തതാണ്. സ്വീകർത്തിലല്ല പിഗ് ഇവിടുത്തെ വില്ലേജാണ് ബേബി നടിച്ചത്. വില്ലേജൻ്റെ തന്നെ ബേബിയുടെ രണ്ടും ഒരുമിച്ചാ. താമസിക്കാൻ വീട് വേണോ? നമുക്ക് ബെഡ് കുറേ ഇട്ടിട്ടുണ്ടല്ലോ, അത് മതി. കിട്ടി. ഇത് സോംബി വില്ലേജ് അറിയാം. ഇത് കണ്ട് ഇയാളുടെ ഇല്ല വാളുള്ളത്. എനിക്ക് അതിന് മുന്നേ ഒരു സാധനം എടുക്കുന്നു. അതിലെ വാള് കിട്ടും. എന്താണ് ചിപ്സ് അവിടുന്ന് എന്ത് ഇനിയുണ്ടോ? കമ്മിയുടെ ഫോണാണ്.
എന്ത് കഴിക്കട്ടെ. ട്രേഡ് കഴിഞ്ഞു. കൊടുത്തോ? എന്ത് കൊടുത്തേ? എമറാൾഡ്. നിങ്ങളുടെ കയ്യിലെന്തോ വ്യത്യസ്ത ഹാൻഡ്ഷേക്ക് ഉണ്ടോ? നോട്ടെ എന്താ എനിക്കൊന്നും കിട്ടാത്ത? വരുന്നൊക്കെ ഉണ്ട്. എൻ്റെ ഹാൻഡ്ഷേക്ക് ഒന്നും ഒന്ന് രണ്ടെണ്ണമുണ്ട്. താൻ പൊക്കോ. കൊച്ചു പിള്ളേരെ സ്പോൺ ചെയ്യിപ്പിക്കുമോ? അത് സ്പോണാക്കുന്നതിൻ്റെ ഇടയിൽ അറിയാതെ അവർ സ്പോണ് കൊണ്ടോണേ. വേണ്ട കൊച്ചു വേണം. മീശ വെച്ചോ? ഇവൻ്റെ കയ്യിൽ എന്തുണ്ട്? ഗോൾഡിൻ്റെ അല്ലാണ്. റിച്ചാന്നല്ലേ? പേപ്പർ തുണ്ട്. അല്ല നല്ല സാധനമാണ്, നിനക്കറിയാനായിട്ട്. ഇതൊക്കെ വില നിനക്കറിയാവോടി? ട്രേഡേഴ്സ് നമുക്ക് ഇവരുടെ മുമ്പിലൊന്ന് ഷോ ഇറക്കണം. എന്തോ നമുക്ക് കാശ് പണമുണ്ട്, മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ ഇട്ട് സെറ്റ് ചെയ്യണം. ഉണ്ടോ? എമറാൾഡിൻ്റെ ആണ്. ഇതാണ് ഏറ്റവും പവർ സാധനം. ഇതേ ഇടാവും. ഗൈസ് വെച്ചായതുകൊണ്ടാണ് ഇതൊക്കെ. സീൽഡ് തരുന്നില്ലേ? സോക്സ് വാങ്ങല്ലോ. സോക്സ് വുഡിൻ്റെ ആണല്ലോ. സോക്സ് ഇതൊക്കെ എമറാൾഡിൻ്റെ പോയി വുഡായി പോയി എടുത്തിട്ട് അങ്ങനെ വരാൻ കഴിയില്ലല്ലോ. എമറാൾഡല്ല നേതരാണല്ലോ. എൻ്റെ ഒറ്റൊരു വെട്ടിനില്ല കെട്ടല്ല കണ്ട തീ പറക്കുന്നുണ്ട് വെട്ടുന്നു. അറിയില്ല എൻ്റെ അയൺകോളെ. പിന്നെ ഞാൻ കുറച്ച് പേരെ കൂടെ സ്പൂണാക്കാം. അയൺകോളത്തിൻ്റെ എഗ്ഗ് ഉണ്ട്. എൻ്റെ വീടൊക്കെ ബില്ല് കാണിച്ചു കൊടുക്കും. അതല്ല, നമുക്ക് അയൺകോളത്തിൻ്റെ എഗ്ഗ് ഉണ്ടേ. അത് നിനക്കറിയോ? അയൺകോളത്തിൻ്റെ എഗ്ഗ് ഇവിടെ ഉണ്ട്, എനിക്കറിയാം. അതുകൊണ്ട് അയൺകോളത്തിൻ്റെ സ്പോൺ എഗ്ഗ്. ഇത് തന്നെ അയൺകോളം സ്പോണിങ് എഗ്ഗ്. കണ്ടോണേ. 1 2 3. കഷ്ടപ്പെടല്ലോ അല്ലയോ? ഇത്രയും അധ്വാനിക്കുന്ന എന്തിനാ? ഇവരിങ്ങനെ അങ്ങോട്ട് സ്പോണാക്കുന്നു. പോകുന്ന വഴിക്കല്ല ഇവരെ സ്പോണാക്കുക. സ്പോണാക്ക്. കണ്ട കടച്ചാടി എല്ലായിടത്തും സ്പോണാക്ക്. മാറിയത് സ്പോണാക്ക്. നമ്മുടെ വില്ലേജ് ഫുള്ള് ഇവർ സംരക്ഷിക്കണം. കാട്ടക്കുടിയിലൊക്കെ 2-3 പേരൊക്കെ ഇരിക്കട്ടെ അല്ലേ? മേളിലൊക്കെ 2-3 പേരൊക്കെ നിർത്താം. അയൺകോളം എന്നും എല്ലാവരെയും സംരക്ഷിക്കുക. 3 4 5 6 7 8 എല്ലാം എടുത്ത് ഇടുന്നുണ്ടോ? നമ്മുടെ വീടിൻ്റെ ചുറ്റും വെക്കുക. കുറച്ച് പേര് വെക്കണം. ഇതിനകത്തിട്ടും കൂടെ നോക്കാം. കുറച്ച് ഇടുന്നോട്ട് പോയില്ലോ നോക്കാം. നമ്മുടെ വീടിൻ്റെ അടുത്തും കുറച്ച് പേര് നിർത്താം. അയൺകുളത്തെ ട്രാപ്പ് ചെയ്താലോ? ബോട്ടിട്ട് അയൺകുളം ട്രാപ്പാവും. സോറി, അവരടി കിട്ടിയൊന്ന്. ഇവിടെ ഒരുത്തൻ ഇരുന്നോട്ടെ. ഒരു അയൺകുളത്തെ പിടിച്ചതിനെ കിട്ടുക. അപ്പം അയണും കിട്ടും. അത് നല്ല അയൺ ഫാമിൽ ഇങ്ങനെയും ചെയ്തുകൂടെ? അതിനകത്ത് അയൺകുളങ്ങളെ പിടിച്ചിട്ടോ പോരെ? ശരിയാണല്ലോ. നമ്മൾ വെറുതെ എന്തിനാ ഇത്ര നോക്കിയാലോ? അതെല്ലാവരും ചത്തടി വെറുതെ അല്ല. ഐറ്റം തന്നെ ഹോപ്പറേന്ന് പോയില്ലല്ലോ. ഇന്ത്യയിൽ ചെയ്യുമ്പോൾ അതിനകത്ത് വീഴത്തില്ല. എന്തെന്ന് പറ്റില്ല, സ്പേസ് ഇല്ല. നമുക്ക് ഉണ്ടാക്കി സ്പേസിൽ ഉണ്ടാക്കാം. അയ്യോ, എല്ലാം ഇതിനകത്തെല്ലാം ചത്തുപോയി. ഐറ്റം പക്ഷെ ഹോപ്പറിന്ന് അങ്ങോട്ട് ഇറങ്ങിയില്ലല്ലോ. അങ്ങനെ വരാൻ കഴിയില്ലല്ലോ. അതെന്താ നമ്മുടെ ഇത് തീർന്നു പോയോ? തീർന്നു പോയതല്ലയോ? ഞാൻ കൊന്നേക്കൂല. അല്ല, കോള് തീർന്നു പോയോന്ന് എനിക്ക് പോയിട്ട് കാണുന്നില്ല. കോള് തീർന്നു. കത്തുന്നില്ല. കത്തുന്നുണ്ടെന്താ? ഈ സാധനം ഇതിനകത്ത് വീണേൻ്റെയാ. ഇതൊരിക്കലും ഇത് കത്തത്തില്ല. ഇത് നമ്മൾ തിരിച്ചെടുക്കണം. സോറി, ഫാർമറൊക്കെ അടുത്തൊക്കെ ഇടുന്നത് ഇപ്പം ശരിയില്ല. അതാണ് ശരിയാകുന്നത്. ഇന്നത്തെ എന്താണോ ഇതിനകത്ത് വീണത് ശരിയായി.
അതിൻ്റെ ഇടാക്കും ഇല്ലാതെ വെളിപ്പം ഉണ്ടാക്കിയിട്ട് പിന്നെ ഇവിടെ ഒന്ന് ഉണ്ടാക്കിയാൽ മതി പണ്ട് പോയത് വില്ലേജ് കാണാൻ കുളമോ വില്ലേജിൻ്റെ വെളിപ്പം ഉണ്ടാക്കിയാൽ മതി ഇവിടെ ഉണ്ടാക്കാമല്ലേ ഉണ്ടാക്കാം ഒരു ബാക്ക് ഡോർ അല്ലേ അതിൽ ഉണ്ടാക്കാം ഹോപ്പർ ഉണ്ടല്ലോ അതിൽ ബാക്കി സാധനങ്ങളൊക്കെ എടുക്കട്ടെ അയൺ വെച്ചുണ്ടാക്കാം അയൺ ബ്ലോക്കിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ചെസ്റ്റിൻ്റെ ആവശ്യമുള്ളൂ ഇതിൻ്റെ ചെസ്റ്റ് പിന്നെ ഏതൊരു കട്ട എടുത്തോ എന്താ ആവശ്യമില്ല ഇതാവുന്നു പിന്നെ അയൻകുളത്തിൻ്റെ എഗ്ഗും ഉണ്ടല്ലോ അമ്മയുടെ അമ്മയുടെ സ്ഥലം ഉണ്ടാക്കി സ്ഥലം വേണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കട്ടെ ഈശ്വര ഇങ്ങനെയല്ല ഇരിക്കണം ഉണ്ടാക്കാൻ അവിടെ ഇതിലുള്ള കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ ഹോപ്പർ ഇട്ടിരിക്കും ഇങ്ങനല്ല സോറി ഇങ്ങനല്ല അങ്ങനെ ഇത് അങ്ങോട്ട് സൈഡിലോട്ട് ഇത് പോകും ശരി അവിടെ വരെ അങ്ങോട്ടല്ലോ ഗായ്സ് ആവുന്നില്ല ഇത് തല്ലിപ്പൊളിക്ക് അപ്പുറത്ത് വെച്ചിട്ട് ഇപ്പുറത്ത് വെക്കാതെ ശരിയാക്കും ടെസ്റ്റ് വേണം ഗായ്സ് വെറും ടെസ്റ്റ് വേണം അതിനകത്ത് ഇട്ട് നോക്കട്ടെ സാധനം വീണുണ്ടാകും പ്രശ്നം ഇതിനെ എഴുതത്തില്ലല്ലോ വീണോ അയ്യോ താഴെ പോയി ഇവിടെ കാണും കിട്ടി എന്താ പറഞ്ഞിട്ട് ഒറ്റ ഒരു സാധനം മാത്രമേ ഇടാവൂ അയൺ ഇട്ടോ അയൺ നമുക്കൊരു ആവശ്യമൊന്നുമില്ല അറിയുന്നുണ്ട് ഇനി ഇവിടുന്ന് ഏറ്റവും അടിയിലത്തെ ടെസ്റ്റ് എത്തുന്നുണ്ടോയെന്ന് അറിയാം എത്തി അയ്യോ നമ്മൾ എടുക്കില്ലല്ലോ കിട്ടാൻ തിരിച്ചോ അങ്ങനെ തിരിച്ചോ പക്ഷെ ഇന്നത്തെ അയൺകുളത്ത് സ്പോൺ ചെയ്യിപ്പിക്കാൻ വേറെ എന്തെങ്കിലും വേണ്ടേ എപ്പോഴും സ്പോൺ ആവുന്നു കൂടെ കൂടെ ഇട്ടാൽ പോയി ഒരു വില്ലേജറിനെയും കൂടെ പിടിച്ചിടാം രണ്ടു കൂടെ ഒരു സോംബി ഇടാം അപ്പം പേടിച്ച് നീ പേടിക്കത്തില്ലല്ലോ അപ്പോൾ പിന്നെ കുഴിക്കത്ത് വില്ലേജറിനെ സോംബി ഇട്ടാൽ പോരെ അതല്ല ഞാനും പറഞ്ഞത് ചെസ്റ്റിൻ്റെ ആവശ്യമൊക്കെ കഴിഞ്ഞു വില്ലേജർ സോംബി എടുക്കും എന്തുകൊണ്ട് ഇതൊക്കെ സോറി ആദ്യമേ കുറച്ച് അയൻകുളത്ത് ഇടാം അല്ലെങ്കിൽ വേണ്ട അയൻകുളത്ത് ഇടുവാണെങ്കിൽ അയൻകുളം ഫസ്റ്റ് ആണ് സോംബി തല്ലിപ്പൊലി എന്തെങ്കിലും ലാവയോ വല്ലതൊക്കെ വെക്കണം അല്ലെങ്കിൽ വീണാൽ ചാവത്തുള്ളൂ ആര് അയൻകുളം അല്ലെങ്കിൽ അയൻകുളത്ത് നമ്മൾ എപ്പോഴും ഒന്ന് തല്ലിക്കൊല്ലേണ്ടി വരും മനസ്സിലായോ കൊന്നാൽ പോരെ ഇവിടെ കൊല്ലണം അപ്പോൾ സമയം കുറേ പിടിക്കും ഓട്ടോമാറ്റിക്കലി ഫാം ആകുമ്പോഴേ അയൺ ആവശ്യമുള്ളപ്പോൾ വന്നാൽ പോരെ അയൺ ആവശ്യമുള്ളപ്പോൾ വന്നിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി വന്ന് ചെസ്റ്റിലായിക്കോളൂല്ലേ ഇതിടണോ സംഭവം അപ്പോൾ ലാവ പോലെ ഇടണം സോറി അങ്ങനല്ല ഇരുന്നിട്ട് ഇടാവും ഇനി ഇരിക്കണ്ട ലാവ ഇടുന്ന ഇങ്ങനെ വെയിൽ പോലെ കെട്ടണ്ട ഇനി വെയിലൊക്കെ കട്ടിൻ്റെ ഈസി ചെയ്തതാണ് ആരും കണ്ടുപിടിക്കാത്തത് നമ്മൾ മാത്രം കണ്ടുപിടിച്ച് ഈസി ചെയ്തത് ഈ ഈസി മെത്തേഡ് ആർക്കും കിട്ടത്തില്ല നമുക്കിനി വട്ടത്തിലൊരു ഗ്രില്ല് കെട്ടണം അയൺ ബാർ വേണം ഫെൻസ് വെക്കാം ഫെൻസ് ആകുമ്പോൾ അയൺ ബാറിനെക്കാട്ടിലും നല്ല ഫെൻസാണ് ഇത് പുറത്ത് വരത്തില്ലയോ അതായത് പുറത്ത് വരാതിരിക്കാം അയൺകോൾ എപ്പോഴും നാണ്ട് ഈ ഹോപ്പറിൻ്റെ ഇവിടെ വീഴാവും അല്ലാതെ നമുക്കൊരു ഹോപ്പറും കൂടി ഇടാം അതാണ് നല്ലത് ആ ഹോപ്പർ വെളിയിൽ കിടക്കുമല്ലേ അല്ല അതങ്ങനെ സെറ്റ് ചെയ്തേനെ എപ്പോഴും അയൺകോൾ ഇതിനകത്ത് വീഴാവും അതിന് ഗ്യാസ് ഇടണമെങ്കിൽ ഗ്യാസിനകത്ത് അയൺകോൾ സ്പോൺ ആവത്തില്ലല്ലോ അപ്പം അതിന് പറ്റിയ സ്ഥലം ഇതായിരിക്കും അപ്പോൾ അത് ഇവിടെ ഒന്ന് സ്പോൺ ആവും മനസ്സിലായോ അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് കളയണം ഇത്രയും സ്ഥലം പൊട്ടിച്ച് കളയണ്ട ഇതും ഗ്യാസ് ഇടുന്നതാണ് നല്ലത്
ഗ്യാസിനകത്ത് ഇവിടെ സ്പോൺ ആവരുത്, ഉള്ളി അതിനകത്ത് സ്പോൺ ആവും. നിന്നെ കൊല്ലാൻ പോകട്ടോ. ഗ്യാസ് എടുക്കുന്നു. മറ്റേ ആ 4ാമത്തെ ഹോപ്പർ എടുക്കുന്നതിൻ്റെ താഴെ ചെസ്റ്റ് ഇല്ലെണ്ണ. അത് വെക്കാൻ പോവാ നമ്മള്. ആവശ്യമുള്ള എല്ലാം എടുത്തിട്ട് അതാ നല്ലത്. ഒരു ചെസ്റ്റ് വെച്ചിട്ട്, ഒരു സ്മോൾ ചെസ്റ്റ് വെച്ചിട്ട് അതിനകത്തെല്ലാം എടുത്തത്. എന്തിയടി ചെസ്റ്റ് ആണ് നോക്കണേ. ഗ്യാസ് ആയത് ഇവിടെ ഗ്രീൻ ഗ്യാസ്. ഒരു ചെറിയ ചെസ്റ്റ് എടുത്തിട്ട് ചെസ്റ്റിനകത്ത് ഇടട്ടെ. ചെസ്റ്റ് ഉണ്ട്. ക്രാബ് ചെസ്റ്റ് എടുത്തല്ലേ. ഒരു ചെസ്റ്റ് ഇങ്ങോട്ട് വരുന്നേ. വേണ്ടതെല്ലാം എടുത്ത് നോക്കട്ടെ. ഹോപ്പർ വേണം, ഇത് വേണം, സ്ഥലവും. ഈ ചെസ്റ്റ് കൂടെ എടുത്ത് ചെസ്റ്റ് ചെയ്തിട്ടോ കേട്ടോ. ചെസ്റ്റ് ആവശ്യമുണ്ട്. ഹോപ്പറിന് താഴെ വെക്കും. ഇത് വേണ്ടേ ചെസ്റ്റ് എടുത്ത് ചെസ്റ്റിനകത്ത് ചുറ്റിനും ഇതാക്കണം അല്ലയോ. അയൺകോൾ അടങ്ങും. വെളിയിലായാലും ചുറ്റിനാക്കണം അല്ലയോ. ഗ്യാസ് എടുത്തില്ല. ഗ്യാസ് എടുത്ത ബോക്സിനകത്ത് ഇട്ടില്ലായിരുന്നു. നമ്മൾ വെച്ചില്ല. പിന്നെന്താ വേണ്ടേ പറ. ഹോപ്പർ എടുത്തില്ല. ഹോപ്പർ എടുത്തു. പിന്നെ വില്ലേജറിൻ്റെ എഗ്ഗ്. വില്ലേജർ എഗ്ഗ്, സോംബി എഗ്സ് അടിച്ചു കൊടുക്കാം. ഇത്തിരി അയൺകോളത്തിൻ്റെ എഗ്ഗ് വരുന്നു കേട്ടോ. കിട്ടുമെന്ന് തോന്നുന്നു. ഇതാണ് തോന്നുന്നു വില്ലേജർ സ്പോണിങ് എഗ്ഗ്. ചെസ്റ്റ് പോയി പണ്ടാരടങ്ങും. ഇതിൻ്റെ ആവശ്യമില്ല. ഇതെന്തുവാണോ വില്ലേജറൊക്കെ ഉണ്ടല്ലോ പറഞ്ഞല്ലോ. ഇതൊന്ന് പോട്ടെ. അപ്പോൾ അവിടെ പിന്നെ എന്തോ വേണ്ട ഇനി. സോംബി എഗ്ഗ് ഇപ്പം അടിച്ചെടുത്താൽ കിട്ടും. ഇസഡ് എന്ത് ചെയ്യും? വേണ്ട. ഇസഡ് പോയി സ്പോണിങ് എഗ്ഗ്, ചെസ്റ്റ്. കഥ എന്തിനാ? കഥേൻ്റെ ആവശ്യം എന്തുവാ? ശരിയാണല്ലോ. അപ്പോൾ വേറെ എന്തെങ്കിലും വെക്കാം കഥേൻ്റെ ഇവിടെ. ഈ മറ്റേ ഗ്രില്ല് വേണ്ടയോ? പിന്നെ ബക്കറ്റ് വേണം, ഇത് വേണം, ലാവ വേണം. ഫെൻസ് എന്ത് ചെയ്യും? ഇതെന്തോ നൂറ് ഫാമറ ഇട്ട് നോക്കിയാലോ നിങ്ങൾക്ക്. എവിടെ ഇടുന്നു? ഇത് നമ്മുടെ ഇതിൻ്റെ അകത്ത് ഇടുന്നു. കോഴിയുടെ അല്ല, ഹോട്ട്സിൻ്റെ. ഇതെന്താ വേണ്ട? ഇതിരുന്നോട്ട്. ഇത് ആവശ്യം വരും. ഒരു ചെറിയ ആവശ്യമുണ്ട്. കുറേ ചെസ്റ്റിനകത്താക്കണം. എല്ലാം എടുത്ത് ചെസ്റ്റിനകത്താക്കണം. വേണ്ടത് മാത്രം എടുത്ത് ചെസ്റ്റിനകത്താക്കണം. ചെസ്റ്റ് എന്തുകൊണ്ട് ആ ബ്ലോക്ക് എന്താണ് ഞാൻ ആവശ്യമില്ല കൊല്ലുന്ന തിരിഞ്ഞോട്ട്. ഒരു എല്ലാവരും തിരിഞ്ഞു. ഇനി എന്താ വേണ്ടേ? വേലി കെട്ടണം. വേലി കെട്ടണ സാധനം ഫെൻസ് എടുത്തില്ല. ഫെൻസും ഡോർ എടുക്കുന്നു. അത് വേറെ എടുക്കാന്നല്ലേ എണ്ണം പറഞ്ഞത്? അല്ല, ഡോറ് ലാഡർ ഇത്രയും മതി. ഇനി ഇതൊക്കെ എടുത്തിട്ട് ഇനി വേണ്ടതൊക്കെ ആവശ്യമുള്ളതൊക്കെ എടുക്കാം. ഇനി ഇതൊക്കെ നിറയ്ക്കാം. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ബുക്ക് നമ്മുടെ കയ്യിലിട്ടുണ്ട്. ഇന്ത്യയിൽ തിരുപ്പതിയിലെ രജിസ്റ്ററിനകത്തോട്ട് സോറി കിട്ടും. ചുറ്റിനും ചെത്തണ്ടേ? കാച്ചു കൊടുക്കണ്ടേ? 7 ബ്ലോക്കിൻ്റെ അകലത്തിൽ. അയ്യോ, നമ്മൾ ഇതെല്ലാവരും ഡയറക്റ്റ് പൊട്ടെ. ശരി, അത് മൊത്തം നശിപ്പിക്കണം അല്ലേ? ഇനി ഡേർട്ട് ഇടണം. ഡേർട്ടിലെ ഗ്രീൻ ഗ്യാസ് ഇടണം അല്ലയോ? ഇവിടെ എന്തിനാ അവിടെ പോകുന്ന? ഗ്രീൻ ഗ്യാസ് പെട്ടിയിലില്ലയോ? ശരിയാണല്ലോ. എല്ലാം അടുത്ത് പെട്ടിയിലിട്ടിട്ട് 1 2 ഇത്രയും ഈ ഹോപ്പറിൽ ഇത്രയും ഗ്രീൻ ഗ്യാസ് വെച്ച് നിറയ്ക്കണം. ഗ്രീൻ ഗ്യാസിലല്ലേ സ്പോൺ ആവത്തുള്ളൂ അല്ലേ? ഗ്രീൻ ഗ്യാസ് സ്പോൺ ആവരുത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ മറ്റേ സംഭവം വെച്ച് ചെത്തണം. സാധനം എടുക്കട്ടെ. ഇതൊക്കെ എടുത്ത് ഗായ്സ് ഭയങ്കര പണിയാണ്. ഇടയ്ക്കൂടെ ഒരു പരസ്യം. നമ്മൾ അയൺ ഫാമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമ്മുടെ രീതിയിൽ അപ്പം ചെയ്ത് നോക്കാം. വളരെ രീതിയിൽ
നമ്മളിതൊക്കെ എടുത്തല്ലേ ഇതിനകത്തോട്ട് അങ്ങ് ആക്കുവാണ്, നമ്മുടെ കയ്യിലോട്ടാക്കുവാണ്. ജസ്റ്റ് ഇങ്ങോട്ട് ഇത്രയൊക്കെ മതി. ഷാലോ എല്ലാം നമ്മളെ കയ്യിലിരിക്കുമോ? ഇനി ഷാലോ എടുത്ത് ഞാൻ വിളിക്കാൻ മതി. ഷാലോ ആണെങ്കിൽ ശാലം ഇല്ലേ അതിനകത്തുണ്ട്, കുഴപ്പമുണ്ട് അതിനകത്ത്. നമ്മുടെ നമ്മുടെ കയ്യിലുണ്ട്. അത് എടുക്കണ്ട, ഞാൻ എടുത്ത് വെച്ച് പെട്ടെന്ന് കാണാൻ എടുത്തത്. വുഡിൻ്റെ മതി. വുഡിൻ്റെ കറക്റ്റാണ്ടല്ലേ ഞാനങ്ങനെ ചെസ്റ്റ് എന്ത് ചെയ്യും? ചെസ്റ്റ് ഞാൻ പിടിച്ചു കളഞ്ഞു. പിന്നെ ചെസ്റ്റിൻ്റെ ആവശ്യമില്ല, ചെസ്റ്റിൽ ഇരുന്ന സാധനമല്ലേ ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. അവിടെ സ്വിച്ചിന് നോക്കണം, അതെല്ലാം ഞാൻ അതിനുള്ളൊക്കെ സ്പൂണാണ്. അതുകൊണ്ടല്ലേ സ്പൂണായിരിക്കാൻ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പുറത്തൂടെ ഇതുപോലെ തല്ലി കുളിക്കണം. അത് കുറച്ചവിടെ കാണോട്ടെ, എന്ന് വെച്ചാൽ ഗ്രീൻ ഗ്യാസ് വെച്ച് കഴിഞ്ഞിട്ട് ബാക്കി കിട്ടിക്കാം. നമ്മൾ പറക്കുമല്ലയോ? നമുക്ക് പറക്കണം, നമുക്ക് പറക്കാതെ ചെയ്യാം. സർവൈവൽ പോലെ നമുക്ക് എത്ര അൻപോളം പറക്കുന്ന മാറ്റി നമ്മൾ പറന്നുകൊണ്ടിരിക്കുക. അല്ല ശരിയാണല്ലോ, വെറുതെ അല്ല താഴെ. ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് താഴെ വീഴുന്നു. രണ്ട് ബ്ലോക്കും കൂടെ എടുക്കാം, എന്നിട്ട് സോംബി അല്ലേ ഇവിടെ സെറ്റ് ചെയ്യാം. 7 ബ്ലോക്ക് അകലം വരെ ഇങ്ങനെ ചെത്തി വൃത്തിയാക്കണം. ഇവിടുത്തെ 7 ബ്ലോക്ക് കറക്റ്റായിട്ട് നമ്മൾ 7 7 7 അങ്ങനെ ചെയ്യണം. 1 2 എല്ലാവരും കാണിച്ചത് ഭയങ്കര പാടുള്ള പണിയല്ലയോ? 3 4 5 6 7 ഇത്രയും മതിയാണ്. തറയിലും ആക്കണ്ടേ ഇതുപോലെ? ശരി, തറയിലാക്കണം. ഞാൻ തറയിൽ ഇഷ്ടമാണ്. ഇവിടുത്തെ 7 ബ്ലോക്ക് എടുത്തെന്ന് തോന്നുന്നു. ഇപ്പം ശാല വെച്ച് ചെത്തട്ടെ. ഇത് ശാലയൊന്നും എടുത്തത്, ഇത് പൊട്ടിച്ചോ. അമ്മ ചോറ് റെഡിയാന്ന് ചോദിച്ചത് കഴിക്കട്ടെ. ചോറ് റെഡിയായോ? ചോറല്ല, കറി. ചിക്കൻ കറി. വേറെ എനിക്ക് താ ചോറ്. ചോറ് വേണം. ഞങ്ങളാണെങ്കിൽ ചിക്കൻ കറിക്ക് വേണ്ടിയല്ലേ വെയിറ്റ് ചെയ്ത്. എണ്ണം ചിക്കൻ കറി 7 ബ്ലോക്ക് സഹിത. നമ്മളെല്ലാവരും ബീഫ് കഴിച്ചപ്പോൾ പൊടി മാത്രം ബീഫ് കഴിച്ചില്ലേ? ഇന്നലെ ഞാൻ കൊച്ചിനെ കുറച്ച് കൊടുത്തില്ല, പക്ഷെ അവൻ ഒരു ചോടി. അതാണ് അത് കഴിച്ചപ്പോഴത്തേ ഈ ചിപ്സ് എടുക്കാൻ വേണ്ടി വന്നു. 7 ബ്ലോക്ക് വെട്ടിക്കളയണം. എനിക്ക് എന്താ ചിപ്സൊക്കെ പിടിച്ചില്ല. ചിപ്സ് സൂപ്പറായിരുന്നു. നീ അടിയിൽ ഇത്രയും കറക്റ്റ് ചെത്തണം. 1 2 3 4 5 സുനിലിന്റെ മോൻ, സുനിലിന്റെ മോൻ സംഗീത 7 ബ്ലോക്ക്. ഇത്രയും ബ്ലോക്ക് കറക്റ്റായിട്ട് ചെത്തി എടുക്കണം. അത് കുറച്ച് പണി. അമ്മേ, അച്ഛൻ ഗുരുദേവനകത്ത് അല്ലമീനകത്ത് ഓടിയില്ലേ അമ്മേ? പിന്നെയാടോ എന്തിനാണ് തലയിടിച്ചത്? തലയിലൊടിച്ചില്ല, എങ്ങനെ കൊണ്ട് നല്ല ദ്രോഹിച്ചിരുന്നു. ഞാൻ കേസ് കൊടുക്കണം. അവിടെ ഇത്രയും ചെത്താണോ? ഞാൻ ചെത്തുന്ന ചാവുന്ന ലക്ഷണമുണ്ട്. ചെത്തി നാവുണ്ട് സിന്താലും നാവുണ്ട് പൊന്താലും നാവുണ്ട് കിന്നാലും കൂടെ 7x7 ബ്ലോക്കാ ചെത്തുന്നത്. അതിപ്പോൾ കുറേ ചെത്തി 14 ബ്ലോക്കോ എന്ന് വെച്ചാൽ ഒരു സൈഡിൽ 7 എണ്ണം വെച്ച് ചെത്തിക്കളഞ്ഞു. ഇതും പോട്ടെ. ബട്ടേ പത്തുണ്ടെങ്കിൽ താട്ടേ ഇല്ലേ നിങ്ങൾ പോട്ടെ. ഇത് കറക്റ്റായിട്ട് വെളിയിൽ പോകണമെന്നും നല്ലതാണ്. വെളിയിൽ പോകണമെങ്കിൽ നമുക്കല്ലെങ്കിൽ ഇതിൻ്റെ വട്ടത്തിൽ വീണ്ടും ഒരു ലാവാക്കുഴി എടുക്കേണ്ടി വരും. അവിടെ ഹോപ്പർ ഇടുന്നത് അത് വലിയ പണിയാണ്. വട്ടത്തിലെല്ലാം ചെത്തിട്ട് നശിക്കും. ആ ഹോപ്പറിന് ജസ്റ്റ് എണ്ണ എല്ലാം ഇവിടെ ചെസ്റ്റ് ഇട്ടില്ലല്ലോ. ഈ ഹോപ്പറിന് ഉപയോഗം എന്ത്? ശരി, ഒരു സാധനം മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാൻ നല്ലത്. നല്ല ചിക്കൻ
വിളിക്കുകയൊക്കെ ചെയ്യുന്നു. അച്ഛൻ വിളിക്കട്ടെ, നല്ലതാണ്. ചമഞ്ഞരിയോ? എന്താ കൊടുക്കില്ല, രണ്ടും കൂടാ മിക്സാ, എന്ത് പകുതി വീതം. നല്ലതാ. ഇതെന്താണ് ശരിയാവാത്തത്? ഓപ്പർ ശരിയായില്ലല്ലേ? ഇപ്പോഴും തിന്നു തുടങ്ങണ്ട. എന്താ? അല്ല എൻ്റെ കൂടെ തേങ്ങ മാത്രം വരച്ചിട്ട് ചിക്കനൊക്കെ തിരിച്ച് ഗുണം മതിയായിരുന്നു. ഇത് കുറച്ച് എന്ത് ചെയ്യും? വേറെ കറിയുണ്ടോ? വേറെ കറികളൊന്നുമില്ലേ? ശരി കേട്ടോ, ശരി കേട്ടോ. ഓക്കെ. ഗൈസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ബൈ ബൈ. നടക്കുമെന്ന് തോന്നില്ല. അടുത്ത വീഡിയോ ഇടാം. ബൈ ബൈ. എന്നാ ബൈ പറയണം.